വരൻ മദ്യപിച്ചെത്തിയതോടെ വിവാഹത്തിൽ നിന്ന് പിന്മാറി യുവതിയും കുടുംബവും. നാടകീയ സംഭവങ്ങൾ ബംഗളൂരുവിൽ നടന്ന വിവാഹത്തിനിടെ വരനോടും സുഹൃത്തുക്കളോടും ശോഭിച്ച വധുവിന്റെ അമ്മ. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. പത്തനംതിട്ട പീഡന കേസിൽ 4 പേർ കൂടി അറസ്റ്റിൽ. ഇതുവരെ അറസ്റ്റിലായത് 43 പേർ. പ്രതിപട്ടികയിൽ 58 പേർ. പീഡന ദൃശ്യങ്ങളും നമ്പരും പ്രചരിപ്പിച്ചവരും പിടിയിൽ. 4 പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തത് 29 എഫ്ഐആർ. കുടിയിറക്കപ്പെട്ടവർക്ക് അഭയം നൽകിയ ഗസ സിറ്റിയിലെ സലാഹ് അൽ ദീൻ സ്കൂൾ ആക്രമിച്ച് ഇസ്രായേൽ. 5 പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ആക്രമണം വെടിനിർത്തലിനായി ഖത്തറിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി ഇന്ത്യ. നടപടി ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തിയതിന് പിന്നാലെ. പ്രതിസന്ധിക്ക് കാരണം അതിർത്തിയിലെ മുള്ളുവേലി നിർമ്മാണം. ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ വ്യാഴാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തമിഴ്നാട് തീരത്ത് ബുധനാഴ്ച രാത്രി വരെ ഉയർന്ന തിരമാല ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്.